അനുഗ്രഹീതമായ രാത്രിയിൽ ദൈവവചന കേൾവിക്കായിട്ടും അനുഗ്രഹീതമായ ഗാനങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ടും കാരക്കോണം ബ്രദറൻ സഭയുടെയും സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരീ സഹോദരന്മാർക്കും വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സുവിശേഷ പ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർക്കും മാത്രമല്ല ഈ ശബ്ദ ശ്രവണ മാധ്യമത്തിലൂടെ ദൂരത്ത് ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിതരായ പ്രിയപ്പെട്ടവർക്കും ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കാരക്കോണം ബ്രദറൻ സഭയും സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ സർവകൃപാലുവായ ദൈവം എളിയവനായി എനിക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ അവസരത്തിനായിട്ട് ഞാൻ സകല മഹത്വവും ദൈവത്തിൻ്റെ പാദാന്തികെ അർപ്പിക്കുകയാണ്. അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ ബഹുമാന്യ ജ്യേഷ്ഠ സഹോദരൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുടേതായ പ്രതികൂലമുണ്ടായിരുന്നുവെങ്കിലും സ്വർഗത്തിലെ ദൈവം എല്ലാം അനുകൂലമാക്കി തീർക്കുന്നു എന്നുള്ളതോർത്ത് സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല എന്നുള്ളത് ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കുന്നു എന്നുള്ളതാണ്. ദൈവം എത്രയോ നല്ലവനാണ് എന്നുള്ളതാണ്. ഓരോ ജീവിത കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നാം മനസ്സിലാക്കുമ്പോൾ അതല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല. ഇവിടെ ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത് കാരക്കോണം ബ്രദറൻ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടി പ്രിയപ്പെട്ടവരും സ്നേഹസ്പർശത്തിലുള്ള ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരുമാണ്. എങ്കിലും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന കായികപരമായി സാമ്പത്തികപരമായി മറ്റുമൊക്കെ അധ്വാനിക്കുന്ന ഒട്ടനേകം പേരുണ്ട്. അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എങ്കിലും എൻ്റെ ബഹുമാന്യ സഹോദരന്മാർ, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ബ്രദറൻ സഭകളിൽ കർത്താവിനെ ആരാധിക്കുന്ന യുവാക്കന്മാരായ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കായികപരമായ പ്രയത്നമാണ് ഇങ്ങനെയൊരു യോഗം സംജാതമായത്. കഴിഞ്ഞ ദിവസം മഴയുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. മഴ തോർന്നിട്ടൊട്ടിക്കാം എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇല്ല, മഴ തോരുമെന്ന് തോന്നുന്നില്ല, മഴയെ തൊട്ടിക്കാം. അങ്ങനെ രാത്രി 1:30 മണിവരെയും 2 മണിവരെയൊക്കെ കടന്നു വന്ന് അവർ യാതൊരു വിധമായ മഴയെ വകവയ്ക്കാതെ, മഴയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ മഴയെ തോൽപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടുന്ന പ്രചരണമൊക്കെ നടത്തി. എൻ്റെ ബഹുമാന്യ സഹോദരന്മാർ എല്ലാവരും ഇന്ന് കടന്നു വന്നിട്ടില്ല എങ്കിലും ദൂരത്തിരുന്നൊക്കെ ശ്രദ്ധിക്കുന്നവർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ ബഹുമാന്യപ്പെട്ട സഹോദരർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള അഗൈതവുമായ നന്ദി ഇത്തരണത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കരങ്ങൾക്ക് ബലം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നാം കടന്നു വന്നിരിക്കുന്നത് ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ വരവിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം. ദൈവവചനം എന്ന് പറയുന്നത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വിവിധങ്ങളായ ചിന്താഗതികൾ, വിവിധങ്ങളായ ആശയങ്ങൾ കേട്ടിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത് എന്നെനിക്കറിയാം. ഇതൊരു പ്രാരംഭ രാത്രി ആയതുകൊണ്ടും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത കമ്പിവാചകത്തിൽ വളരെ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ലോകത്തിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 31,173 വാക്യങ്ങളിൽ ഏകദേശം 1967 പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ദൈവം അരുളി ചെയ്തിട്ട് ഇത് സംഭവിച്ചു, ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവമാണിത് പറഞ്ഞിരിക്കുന്നതെന്ന് ദൈവത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളാണെന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന പുസ്തകം ബൈബിൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതഗ്രന്ഥമുണ്ട് എങ്കിലും ബൈബിളിൽ മാത്രമാണ് ദൈവം അരുളി ചെയ്യുന്നു, ദൈവം പറഞ്ഞിട്ട് ഇത് സംഭവിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇത് എന്ന പദപ്രയോഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ആ ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനത്തെക്കുറിച്ച് ദൈവവചനം തന്നെ പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനമാണ് ഇന്ന് രാത്രിയിൽ നാം വായിക്കുന്നതും ശ്രദ്ധിക്കുന്നതെന്നുള്ള ബോധത്തോടുകൂടെ ഭയത്തോടുകൂടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്കൊന്ന് തിരിക്കാം. വിശുദ്ധ മത്തായി
മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം. എൻ്റെ ബഹുമാന്യ സഹോദരൻ വായിച്ചു കേൾപ്പിക്കും. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് പ്രാരംഭമായിട്ട് നമ്മൾ വായിക്കുവാനായിട്ട് പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ കവർന്നഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ശതാധിപനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലുമായിട്ട് ഏകദേശം 7ഓളം ശതാധിപന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 പേരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ശതാധിപന്മാർക്ക് വളരെ വലിയ പ്രാധാന്യതയുണ്ട്. ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ, ബൈബിൾ ചരിത്രത്തിൽ റോമാക്കാരുടെ ചരിത്രം സമ്പൂർണ്ണമായിട്ട് പഠിക്കണമെങ്കിൽ ശതാധിപന്മാരെ കുറിച്ചുള്ള ചരിത്രം പഠിക്കാതെ റോമാക്കാരുടെ ചരിത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ശതാധിപന്മാരെന്ന് പറയുന്നത് റോമാ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. എന്താണ് ഈ ശതാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ആ വാക്കിൽ തന്നെ അത് ആരാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ട്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേരുടെ അധിപൻ എന്നാണ് അർത്ഥം. ഒരു റോമ സേനാ വിഭാഗം എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം 5000 മുതൽ 6000 പേര് വരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് റോമ ഒരു സേനാ വിഭാഗം എന്ന് പറയുന്നത്. ആ 6000 പേരടങ്ങുന്ന ഗ്രൂപ്പിനെ 60 ഭാഗങ്ങളായിട്ട് തിരിക്കും. 60 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് 60 അധിപതികളെ ഈ 6000 പട്ടാളക്കാരെ നയിക്കാനായിട്ട് നൽകും. ആ 60 അധിപതിമാരെ വിളിക്കുന്ന പേരാണ് ശതാധിപൻ എന്ന് പറയുന്നത്. അതായത് ഒരു ശതാധിപന്റെ കീഴിൽ 80 മുതൽ 100 വരെയുള്ള ആളുകൾ ഉണ്ടാകും. ഈ ശതാധിപന് വളരെ ആഡംബരത്തോടെ ജീവിക്കാം. ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അധികാരിയാണ്. അതാണ് ഇവിടെ ഈ ശതാധിപൻ പറയുന്നത്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. അങ്ങനെ 100 പേരെ ഭരിക്കുവാനുള്ള എല്ലാവിധമായ സാഹചര്യവുമുള്ള ആളെയാണ് ബൈബിൾ ശതാധിപൻ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ ശതാധിപന്മാരെ കുറിച്ചും ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എന്നാൽ നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും സുവിശേഷത്തിൻ്റെ പ്രാധാന്യത പ്രഥമരാത്രിയിൽ വിളിച്ചു പറയേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടും 1, 2, 3 ശതാധിപന്മാരുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ശതാധിപൻ എന്ന് പറയുന്നയാള്, ഈ ശതാധിപനെ കുറിച്ച് പഠിക്കുമ്പോൾ ശതാധിപൻ ഒരു യഹൂദനല്ല, ശതാധിപൻ ഒരു ജാതീയനാണ്. ജാതീയൻ എന്ന് പറഞ്ഞാൽ യഹൂദരുമായി യാതൊരു രീതിയിലും സംസർഗം പുലർത്തുവാൻ കഴിയാത്ത, അതായത് യഹൂദന്റെ ഒരു കല്യാണം വന്നാൽ ജാതീയനെ ആ കല്യാണത്തിലേക്ക് ക്ഷണിക്കുകയില്ല, യഹൂദന്റെ വീട്ടിലേക്ക് ഈ ജാതീയനായ ആളെ ക്ഷണിക്കുകയില്ല, യഹൂദന്റെ ആരാധനയിലേക്ക് ഈ ജാതീയനായ ആളെ ക്ഷണിക്കുകയില്ല. അങ്ങനെ എല്ലാ നിലയിലും യഹൂദന്മാർ മാറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടരാണ് ജാതീയരെന്ന് പറയുന്നത്. പക്ഷേ ബൈബിൾ പറയുന്ന ശതാധിപൻ ഒട്ടുമിക്ക ആൾക്കാരും ഈ ജാതീയന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലായിരുന്നു, അവർ റോമാക്കാരായിരുന്നു. ആ ജാതീയനായ ഒരാളെ കുറിച്ചാണ് ഇവിടെ യേശു കർത്താവ് അതിശയിക്കുവാനിടയായിത്തീരുന്നത്. ആ ജാതീയനായ ആളെ കുറിച്ചാണ് യേശു കർത്താവ് അവന്റെ വിശ്വാസം കണ്ടിട്ട് പറയുകയാണ്, ഞാൻ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറയുവാനിടയായിട്ട് തീർന്നല്ലോ, ഞാൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല, ജാതികൾ എന്നെ കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞാൻ ഈ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു യഹൂദനല്ല, ഞാനൊരു ജാതീയനാണ്. യേശു കർത്താവ് സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊള്ളാത്തത് കൊണ്ട് ആ രക്ഷ എന്ന് പറയുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം ജാതികന്മാരുടെ കരക്കിലേക്ക് കടന്നു ചെല്ലുവാനിടയായിട്ട് തീർന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ജാതീയന്മാരായ ആൾക്കാർ ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നതും
ഒരു ജാതീയനായ ശതാധിപനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ശതാധിപൻ, ഈ ജാതീയനായ ശതാധിപൻ യേശു കർത്താവിനെ അത്രയധികം വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും അത്രയധികമൊന്നും കുഞ്ഞുനാളിലെ അറിഞ്ഞുകൂടാത്ത ഒരു ജാതീയനായ ശതാധിപൻ തൻ്റെ ജീവിതത്തിൽ ഈ യേശുവിനെ കണ്ടെത്തിയപ്പോൾ ആ യേശുവിനോട് താൻ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേദനയുടെ, കയ്പിന്റെ, പ്രയാസത്തിന്റെ, യാതനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ബാല്യക്കാരൻ, ആ ബാല്യക്കാരന്റെ വേദന എന്ന് പറയുന്നത് ഈ യജമാനന്റെ ഹൃദയത്തെ പോലും പിടിച്ചു കുലുക്കി. അദ്ദേഹം പറയുകയാണ്, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവൻ വേദന കൊണ്ട് പുളയുന്നു, അവന്റെ വേദന കണ്ട് എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, നിന്റെ വീട്ടിലോട്ട് വരാം, നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കാം. കാരണം യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നയാളാണല്ലോ. അങ്ങനെ യേശു കർത്താവ് ബാല്യക്കാരന്റെ വീട്ടിലേക്ക് പോകാനായിട്ട്, ഈ യജമാനന്റെ വീട്ടിലേക്ക് പോകാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ശതാധിപന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് മനസ്സ് കാണിക്കുകയാണ്. അപ്പോൾ ഈ ശതാധിപൻ പറയുന്ന വാക്കാണ് പ്രസക്തം. ആ ശതാധിപൻ പറയുകയാണ്, അല്ലയോ യേശുവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒന്നാമത്തെ കാര്യം, ഈ ശതാധിപന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. ശതാധിപൻ യേശുവിനെ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് ക്ഷണിക്കാത്തത്? യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിന്റെ കാരണമെന്ന് പറയുന്നത്, ശതാധിപൻ അറിയാം ഈ യേശു എന്ന് പറയുന്നയാള് വിശുദ്ധനായ ആളാണ്. യേശുവിനെ ഒരു വിശുദ്ധനായി കണ്ടുകൊണ്ട് ഈ ശതാധിപൻ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് നീ വരണ്ട, ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇന്ന് രാത്രിയിൽ രോഗത്തിലൂടെയും പ്രയാസത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും കടന്നു പോകുന്ന എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, യേശുവിൻ്റെ ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തിന് പൂർണ്ണമായ സൗഖ്യം വരുവാൻ. യേശുവിൻ്റെ ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാൻ. യേശുവിന്റെ ഒരു വാക്കുമതി നമ്മുടെ വേദനയുടെ, യാതനയുടെ, പ്രയാസത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറുവാൻ. ആ യേശുവിന്റെ വാക്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ശതാധിപനിൽ കാണുന്ന ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ശതാധിപൻ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താ ശതാധിപന്റെ നല്ല മനസ്സ്? തൻ്റെ വീട്ടിലെ ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ വേദനപ്പെട്ട് കിടക്കുമ്പോൾ ഈ യജമാനന് വേണമെങ്കിൽ പറയാമായിരുന്നു, എടാ നീ എണീക്ക്, നീ ഇനി എൻ്റെ വീട്ടിൽ ജോലിയായിട്ട് നിൽക്കണ്ട, നീ പോ, ഈ ജോലി കളഞ്ഞു വെക്കോ എന്ന് വേണമെങ്കിൽ ഈ ശതാധിപന് പറയാമായിരുന്നു. പക്ഷേ ശതാധിപൻ പറഞ്ഞില്ല. ശതാധിപൻ നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു. എന്താ കാരണം? ശതാധിപൻ ബാല്യക്കാരന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് പോയി സംസാരിക്കുകയാണ്. ഈ ശതാധിപൻ ബാല്യക്കാരന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് പോയി സംസാരിക്കുകയാണ്. ശതാധിപൻ നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു. പ്രിയ സ്നേഹിതരെ, ഈ നല്ല മനസ്സിന്റെ ഉടമയായിരുന്ന ശതാധിപൻ തൻ്റെ വീട്ടിലെ രോഗിയെ കണ്ട്, ആ രോഗിയായ വ്യക്തിയെ കണ്ട് മറികടന്നു പോയില്ല. അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം തരുവാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോകുവാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, യേശുവിനെ പിൻപറ്റുന്ന ക്രൈസ്തവ ഭക്തന്മാരെ, ക്രൈസ്തവ വിശ്വാസികളെ ഞാൻ പറയട്ടെ, വേദനയുടെയും പ്രയാസത്തിൻ്റെയും യാതനയുടെയും കഷ്ടതയുടെയും അവസ്ഥയിൽ നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾ, നിങ്ങളുടെ ഭവനക്കാർ കിടക്കുമ്പോൾ അതിനെ മറുതലിച്ചു പോകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം. ആ ശമര്യക്കാരന്റെ കഥ എന്താ നമ്മോട് പഠിപ്പിക്കുന്നത്? പുരോഹിതനും ലേവ്യനുമെല്ലാം അത് കണ്ടു മാറിപ്പോയപ്പോ ഇവിടെ ഇതാ ഒരു ശമര്യക്കാരൻ വരിക. ഈ ശമര്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വീണ് കിടക്കുന്നവനെ, അടിയേറ്റ് കിടക്കുന്നവനെ പരിചരിക്കേണ്ട യാതൊരു വിധമായ ആവശ്യവുമില്ല. പക്ഷേ ഈ ശമര്യക്കാരന്റെ മനസ്സലിഞ്ഞു. ആ നല്ല മനസ്സിനെ ദൈവം മാനിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ മനസ്സലിയുവാനിടയായിട്ട് തീരണം. നമ്മുടെ സഭയിൽ രോഗികളായി കിടക്കുന്നവരെ കണ്ട്, വേദനയിൽ കിടക്കുന്നവരെ കണ്ട്, പ്രയാസത്തിൽ കിടക്കുന്നവരെ കണ്ട്, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവരെ കണ്ട് നമ്മുടെ മനസ്സലിയുവാൻ ഇടയായിട്ട് തീരണം. അതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ മനസ്സലിയുന്ന ഒട്ടനേകം പേർ ഇവിടെ വന്ന് ഈ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു, അവരുടെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. ഇതിന്റെ സംഘാടകരായ, പ്രവർത്തകരായ ദൈവദാസന്മാർക്ക് അവരോട് മനസ്സലിവ് തോന്നി. പ്രിയമുള്ളവരെ,
ഈ ശതാധിപൻ മനസ്സലിവുള്ളവനായിരുന്നു. അതാണ് ഈ ശതാധിപനുള്ള ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് ഈ ശതാധിപൻ പറയുകയാണ്, ഞാൻ യോഗ്യനല്ല. പക്ഷെ ഈ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു യോഗ്യതയുണ്ട് കേട്ടോ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ട് ഇദ്ദേഹം യോഗ്യനല്ല എന്ന് പറയുകയല്ല. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം ഇതേ സംഭവം തന്നെയാണ് അവിടെ വിശദീകരിക്കുന്നത്. അവിടെ ഇദ്ദേഹത്തിന്റെ യോഗ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ യേശു കർത്താവ് ഇതേ സംഭവമാണ് വിശദീകരിക്കുന്നത്. പക്ഷെ അതെല്ലാം വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. 4-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 7:4-7 വാക്യങ്ങൾ. അവർ യേശുവിന്റെ അടുക്കൽ വന്നു, അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. 4-ാമത്തെ വാക്യം 7:4. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7:4 അവന്റെ ക്വാളിറ്റി അവിടെ പറയുന്നുണ്ട്. വായിച്ചോളൂ 5-ാം വാക്യം. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവൻ അയോഗ്യനായ ഒരാളല്ല, വഴിയെ പോയ ഒരാളല്ല പറഞ്ഞത്, കർത്താവേ നീ എന്റെ വീട്ടിൽ വരുവാൻ യോഗ്യനല്ല എന്ന്. യഹൂദന്മാർ ഈ ജാതീയനായ ശതാധിപനെ കുറിച്ച് യേശുവിനോട് സാക്ഷ്യം പറയുകയാണ്. എന്താ പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്? യേശുവേ, നീ ഇവന് സൗഖ്യം കൊടുക്കുവാൻ, ഇവന്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കുവാൻ ഇവൻ യോഗ്യനാണ്. കാരണം എന്നാ? ഇവൻ ഞങ്ങൾക്കൊരു പള്ളി പണിത് തന്നിട്ടുണ്ട്. ഇന്നത്തെ പോലുള്ള പള്ളിയല്ല, സിനഗോഗ് പണിത് കൊടുത്തിട്ടുണ്ട്. ആരാ? ഈ ശതാധിപൻ. പോരാഞ്ഞിട്ട് യഹൂദന്മാരായ ഞങ്ങളുടെ ജനത്തെ ഇവൻ സ്നേഹിക്കുന്നു. ഇവൻ യഥാർത്ഥത്തിൽ ഇവരെ സ്നേഹിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നേ. എന്നാൽ പക്ഷേ ഇവനെ കുറിച്ച് യഹൂദന്മാർ പറയുന്ന സാക്ഷ്യം എന്താണ്? യഹൂദന്മാർ പറയുകയാണ്, ഇവൻ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ജനത്തെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ ശതാധിപനെ നമ്മുടെ മുമ്പാകെ ദൈവത്തിന്റെ ആത്മാവ് വരച്ചു കാണിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതുണ്ട്. യോഗ്യതകളില്ലാത്ത ഒരു ശതാധിപനെയല്ല ഇന്ന് രാത്രിയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവിധമായ യോഗ്യതയുമുണ്ട്. യേശു കർത്താവിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കയറ്റുവാൻ എല്ലാവിധമായ യോഗ്യതയുമുണ്ട് ഈ ശതാധിപന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. അയ്യോ, പള്ളിയിൽ പതാരം കൊടുക്കും, നേർച്ച കൊടുക്കും, കാഴ്ച കൊടുക്കണം, വെടിവഴിപാടാണോ അത് നടത്തും, എന്തും കൊടുക്കും. പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. ഇനി പോരാഞ്ഞിട്ട് എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടിയിട്ടോ അകമഴിയെ സഹായിക്കും. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് ഈ ശതാധിപൻ. ഈ ശതാധിപനെ കുറിച്ച് നാട്ടുകാർ പറയുകയാണ്, ശതാധിപൻ യോഗ്യനാണ്. പക്ഷേ ഈ ശതാധിപൻ എന്താ പറയുന്നത്? ശതാധിപൻ പറയുന്നത്, കർത്താവേ ഞാൻ യോഗ്യനല്ല. അയ്യോ, നാട്ടുകാരുടെ മുമ്പിൽ നീ ഒരു യോഗ്യനായിരിക്കും. നാട്ടുകാർ പറയുമായിരിക്കാം, യെസ്, ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്. നാട്ടുകാർ പറയുമായിരിക്കാം, ഈ വിശ്വാസി നല്ലൊരു മിടുക്കനായ വിശ്വാസിയാണ്. പക്ഷേ എനിക്ക് മാത്രമേ എന്നെ അറിയാവൂ. പ്രിയമുള്ളവരെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാൻ സാധിക്കില്ല, എൻ്റെ മക്കൾക്ക് എന്നെ പൂർണ്ണമായി അറിയാൻ സാധിക്കില്ല, എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ പൂർണ്ണമായി അറിയുവാൻ സാധിക്കില്ല. എന്നെ അറിയുവാൻ സാധിക്കുന്നത് എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ ഞാനായ ശതാധിപൻ പറയുന്നത് എന്താ? കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞാൻ പറയട്ടെ, യേശു കർത്താവാകുന്ന വിശുദ്ധനായ വ്യക്തിയെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അശുദ്ധനാണ് എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. ഞാനൊരു പക്ഷേ നാട്ടുകാർക്ക് നല്ല കാര്യം ചെയ്യുന്നയാളായിരിക്കാം, മിടുക്കനായിരിക്കാം, നാട്ടുകാർ നല്ലവനാണെന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ യോഗ്യനല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, നാട്ടുകാർ നൽകിയ യോഗ്യതകളെയെല്ലാം അയോഗ്യതയായിട്ട് ഈ മനുഷ്യൻ കണ്ടു. ശ്രദ്ധിക്കണേ, നാട്ടുകാർ നൽകിയ എല്ലാ യോഗ്യത സർട്ടിഫിക്കറ്റുകളെയും ഈ മനുഷ്യൻ അയോഗ്യതയായിട്ട് കണ്ടു. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കാരണം ഞാൻ അശുദ്ധനാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുവാൻ ഇറങ്ങി വന്ന വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. അശുദ്ധരാണ് നമ്മൾ എല്ലാവരും. എങ്ങനെ അശുദ്ധരായിട്ട് തീർന്നത്? ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മനുഷ്യന്റെ അശുദ്ധിയുടെ ആ ആരംഭ അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നുള്ളൊരു വാചകം ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, എല്ലാ മനുഷ്യരും അശുദ്ധരാണ്. ബൈബിൾ പറയുന്നുണ്ട്, റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമിലെ
റോമിലെ വിശ്വാസികളോട് പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല. ശ്രദ്ധിക്കണേ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അതിൽ ഈ ശതാധിപനും ഉണ്ടായിരുന്നു. ശതാധിപന് മനസ്സിലായി, ഈ വിശുദ്ധനായ ദൈവത്തെ അശുദ്ധനായ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ഒരു യോഗ്യനല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായി കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധനായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറയുമായിരിക്കും, അയ്യോ എൻ്റെ പൊന്നുസിനെ സുഹൃത്തെ, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ പള്ളി കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മിടുക്കരാണ്, നല്ല വിശ്വാസികളാണ്. പക്ഷേ ആ നല്ല വിശ്വാസികളായ നമ്മെ നോക്കി ഈ ശതാധിപൻ നമ്മുടെ ചിത്രമായി നിന്നുകൊണ്ട് പറയുക, കർത്താവേ ഞാൻ യോഗ്യനല്ല, കാരണം അവിടെ നിന്ന് വിശുദ്ധനാണ്. അവിടെ നിന്ന് വിശുദ്ധനായതുകൊണ്ട് അശുദ്ധനായ എൻ്റെ ജീവിതത്തിലേക്ക് അവിടത്തെ കൊണ്ടുവരുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. നമ്മളെല്ലാവരും പാപികളാണ്. പണ്ട് പഴമക്കാര് പറയുമായിരുന്നു, ഇത് ഞങ്ങൾ പരസ്യവും നടത്തുമ്പോൾ സാധാരണ പറയുന്നൊരു വാചകമാണ്. പഴമക്കാര് പറയുമായിരുന്നു, പാപി ചെല്ലുന്നിടം പാതാളം. നമ്മളെല്ലാവരും ഈ പാതാളത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാണ്. പ്രസംഗ ഭാഷയിൽ പ്രസംഗകർ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പണ്ഡിതനായാലും പാമരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും, അയ്യോ പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം ഉള്ളവനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും എന്ന് പറഞ്ഞ സമ്പത്തുള്ളവനായാലും സമ്പത്തില്ലാത്തവനായാലും എല്ലാവരും പാപികളാണ്. പാപം ചെയ്യാത്തൊരു ധരനും ഈ ഭൂപ്പരപ്പിലില്ല. എല്ലാവരും പാപികളായതുകൊണ്ട് ഈ വിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് യോഗ്യതയില്ല. നമ്മൾ പാപിയ. ഈ പാപത്തിന് മാറ്റമുണ്ടാകണം. ഈ പാപത്തിന് എങ്ങനെ മാറ്റം ഉണ്ടാകും? അയ്യോ, നമ്മൾ ചെയ്യുന്ന തിന്മയ്ക്ക് എങ്ങനെ മാറ്റമുണ്ടാകും? നമ്മൾ ചെയ്യുന്ന മോശപ്രവൃത്തിക്ക് എങ്ങനെ മാറ്റമുണ്ടാകും? ഈ മനുഷ്യൻ കള്ളു കുടിച്ചവനല്ല. ഇന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ മോശമായി ജീവിച്ചവനല്ല, തോന്നിയവാസിയല്ല, മെച്ചമായി ജീവിച്ചവനാ. പള്ളിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, നാട്ടുകാർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, എല്ലാം കൊടുത്ത് ജീവിച്ചവനാണ്. പക്ഷെ അവൻ പറയുക, കർത്താവേ ഞാൻ യോഗ്യനല്ല. നമ്മുടെ ഓരോരുത്തരെയും ചിത്രമല്ലേ ഇത്? നമ്മളൊരു പക്ഷേ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നയാളായിരിക്കും, നമ്മൾ പള്ളിക്ക് കൊടുക്കുന്നയാളായിരിക്കാം. പക്ഷേ യേശു ഇന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മളും പറയില്ലേ, അയ്യോ കർത്താവേ ഞാൻ യോഗ്യനല്ല, ഞാൻ കള്ളു കുടിക്കുന്നില്ല, മോശമായി ജീവിക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതം എന്ന യാഥാർത്ഥ്യം യേശുവിൻ്റെ മുമ്പാകെ യേശുവിൻ്റെ വിശുദ്ധിയുമായി തൂക്കി നോക്കുമ്പോൾ നമുക്കും പറയുവാൻ കഴിയും, ഞാൻ യോഗ്യനല്ല. പ്രിയമുള്ളവരെ, നമ്മളെ പാപം വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാപത്തിന് മോചനം നേടാതെ വിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകണം. ആ പാപത്തിന് മോചനമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സമൂലമായിട്ട് മാറുന്നത്. പാപത്തിന് മോചനം ഉണ്ടാകാൻ എന്താണ് വഴി? അതാണ് രണ്ടാമത്തെ ശതാധിപൻ നമ്മോട് പറയുന്നത്. വായിക്കാൻ രണ്ടാമത്തെ ശതാധിപനെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 27:54. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ശതാധിപൻ യേശുവിനെ ഒരു വിശുദ്ധനായി മനസ്സിലാക്കി. ആ ശതാധിപൻ യേശുവിന് മുമ്പിൽ പറയുകയാണ്, യേശുവേ, എൻ്റെ യോഗ്യതകളെല്ലാം നിന്റെ മുമ്പിൽ വരുമ്പോൾ അയോഗ്യതകളാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. അവിടെ ഇത് രണ്ടാമത്തെ ശതാധിപൻ നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ട് പറയുകയാണ്, ഈ അയോഗ്യനായ മനുഷ്യനെ യോഗ്യതയുള്ളതാക്കി മാറ്റുന്നത് അവൻ്റെ പാപ സ്വഭാവം മാറുമ്പോഴാണ്, അവന്റെ പാപ ജീവിത ശൈലി മാറുമ്പോഴാണ്, അവന്റെ ജീവിതത്തിലെ പാപം മാറുമ്പോഴാണ്, അവൻ വിശുദ്ധനായി തീരുമ്പോഴാണ്. അവൻ വിശുദ്ധനായി എങ്ങനെ തീരാനായിട്ട് സാധിക്കും? അതിന് പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളുവിനെന്നല്ല, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതിനെന്ത് മനസ്സിലാക്കണം? അതിന് പറഞ്ഞ ആളെ മനസ്സിലാക്കണം, ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണം. അതാണ് രണ്ടാമത്തെ ശതാധിപൻ നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ ശതാധിപൻ പറയുകയാണ്, യേശുവിനെ ദൈവമായി ഈ ശതാധിപൻ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ദൈവമായി ഈ ശതാധിപൻ മനസ്സിലാക്കണം.
കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ എല്ലാ വൻകരകളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. എന്താ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും, ഈ പരിപാടി ഇവിടെ വേണ്ട, ഈ പ്രസംഗം വെച്ച് നിർത്തിക്കോ, നിങ്ങൾ ഇവിടം വിട്ടു പോകണം. കാരണം എന്നാണെന്നറിയാമോ? ഞങ്ങൾ പറയുന്നു യേശുക്രിസ്തു ദൈവമാണെന്നാണ്. യേശുക്രിസ്തു ദൈവമാണെന്നാണ്. യേശുക്രിസ്തു ഏതെങ്കിലും വിഭാഗത്തിലുള്ള ഒരു ദൈവമെന്നല്ല ഞങ്ങൾ പറയുന്നത്. കുറച്ചുകൂടെ കയറ്റി വേദപുസ്തകത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുക്രിസ്തു ഏക സത്യ ദൈവം എന്നുള്ളതാണ്. ഈ ശതാധിപൻ അത് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ യേശുവിനെ ദൈവമായി മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഈ ശതാധിപൻ യേശുവിനെ ദൈവമായി കാണുവാൻ ഇടയാടുത്തുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ ബഹുമാന്യ സ്നേഹിതർ, നിങ്ങൾ യേശുവിനെ ഒരു സൗഖ്യദായകനായി മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന ബഹുമാന്യ സ്നേഹിതർ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതർ, യേശുവിനെ ഒരു അത്ഭുത മന്ത്രിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, യേശു നിങ്ങൾക്ക് ദൈവമാണോ? യേശു നിങ്ങൾക്ക് ദൈവമാണോ? യേശു നിങ്ങൾക്ക് ദൈവമല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ യേശുവിനെ ദൈവമായി അംഗീകരിച്ചു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിനെ ദൈവമായി കണ്ട ഒട്ടനേകം പേരെ വിശുദ്ധ വേദപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന വാത്സല്യ ശിഷ്യന്മാരുടെ മാത്രം സാക്ഷ്യവാചകങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 12 പേരാണ്. ആ 12 പേരിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കുറിച്ച് പറഞ്ഞെന്തെന്നറിയാമോ? യേശു എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. യേശുവിന്റെ കൂടെ നടന്ന യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ച തോമസ് പറയുകയാണ്, യേശു ക്രിസ്തു എന്റെ കർത്താവും എന്റെ ദൈവവുമാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഇതുപോലെ ഒരു ദൈവം ലോകത്തിലുണ്ടോ? ഈ ദൈവത്തെക്കുറിച്ച് ഒട്ടനേകം കാര്യങ്ങൾ പറയാനായിട്ട് വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. ഈ ദൈവത്തെക്കുറിച്ച് ഈ ശതാധിപൻ എന്താ മനസ്സിലാക്കിയത്? ഈ ശതാധിപൻ മനസ്സിലാക്കിയത് ക്രൂശി കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. ക്രൂശി കിടക്കുന്ന ഒരു മനുഷ്യൻ വേദനയേറ്റ് അടിയേറ്റ് നിസ്സഹായനായി, ആരും സഹായിക്കാനില്ലാതെ അവസാനം മരണം വരിച്ച് ക്രൂശി കിടക്കുകയാണ്. ആപാദചൂടൻ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. യേശു കർത്താവിന്റെ ശിരസ് മുതൽ കാല് വരെ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ആ ക്രൂശിലേക്ക് നിങ്ങളൊന്ന് ദർശിച്ചു നോക്കിയാൽ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മനുഷ്യനെ നോക്കിയിട്ട് ദൈവമെന്നൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഈ ശതാധിപൻ പറയുകയാണ്, വാസ്തവമായി ഇവൻ ദൈവമാണ്. നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളും കൂടെ ചേർത്ത് വെച്ച് വായിച്ചു മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും, ഇദ്ദേഹം അദ്ദേഹത്തെ ദൈവമെന്ന് മാത്രമല്ല പറയുന്നത്, ഇദ്ദേഹം പറയുകയാണ് നീതിമാനായ ദൈവമെന്നാണ്. നീതിമാനായ ദൈവം. ഈ അടിയേറ്റ് കിടക്കുന്ന മനുഷ്യനെ, ഒരു 33.5 വയസ്സുകാരൻ യൗവന പ്രായത്തിൽ അടിയേറ്റ് ആരും സഹായിക്കുവാനില്ലാതെ, അയ്യോ തലയിൽ മുൾക്കിനിടധാരിയായി വേദനയേറ്റ് പിടഞ്ഞ് 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 മരിച്ച ഈ യേശുവിനെ നോക്കിയിട്ട് ഈ ശതാധിപൻ പറയുകയാണ്, ഇവൻ ദൈവമാണ്. എന്താ കാരണം? ഈ മനുഷ്യനെ നോക്കിയിട്ട് എന്തിനാ ഈ മനുഷ്യൻ ദൈവമെന്ന് പറയുവാനുള്ള കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. പീലാത്തോസിന്റെ പ്രിറ്റോറിയം എന്നറിയപ്പെടുന്ന പീലാത്തോസിന്റെ വിസ്താര സ്ഥലം, അനുഗ്രഹീതമായ വിസ്താര സ്ഥലം. യേശുക്രിസ്തു പോയത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത്, അതിന് അനുഗ്രഹീതമായ സ്ഥലമെന്ന്. ഒരു ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും ക്രൂരനായ നേതാവാണ്, രാജാവായിരുന്നു പീലാത്തോസ് എന്നാണ്. പക്ഷെ യേശുവിനോട് അവന് ചെറിയൊരു അനുകമ്പ തോന്നി. കാരണം യേശു ഒട്ടനേകം അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. യേശു കുരുടന് കാഴ്ച കൊടുക്കുന്നത് ഇവൻ കേട്ടിട്ടുണ്ട്. ചെകിടന് കേൾവി കൊടുക്കുന്നത് ഈ പീലാത്തോസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ യേശുവിന്റെ അത്ഭുതങ്ങളും യേശുവിന്റെ പ്രവൃത്തികളും എല്ലാം പീലാത്തോസ് എന്ന് പറയുന്ന ഈ രാജാവ് സസൂക്ഷ്മം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പീലാത്തോസിന് യേശുവിനെ കൊല്ലണ്ട. പീലാത്തോസിന് യേശുവിനോട് അല്പം സ്നേഹം തോന്നി. എങ്ങനെയെങ്കിലും വിട്ടയക്കണമെന്നുള്ള ആഗ്രഹമായി. റോമൻ നിയമപ്രകാരം ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രിയിൽ മനവേലിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതർ ശ്രദ്ധിക്കണം. റോമൻ നിയമപ്രകാരം ഒരു കുറ്റവാളിയെ ഒന്നുകിൽ അടുപ്പിച്ചു വിട്ടയക്കും, അല്ലെങ്കിൽ ക്രൂശിക്കാനായിട്ട് കൊടുക്കും. എന്നെ ഒരു മോഷ്ടാവെന്ന രീതിയിൽ പിടിച്ചു എന്ന് വിചാരിക്കുക പീലാത്തോസിന്റെ പട്ടാളക്കാർ. അങ്ങനെ പിടിച്ചു എങ്കിൽ ഒന്നുകിൽ എന്നെ അടുപ്പിച്ചു വിട്ടയക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിന്റെ കൂടെ ക്രൂശിച്ച 2 കള്ളന്മാരുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ ഒരു അടി വീണിട്ടില്ല.
അവരുടെ ശരീരത്തിൽ രക്തം ചിന്തിയിട്ടില്ല. പക്ഷെ ഈ യേശുവിന്റെ ശരീരത്തിൽ മാത്രമാണ് രക്തം ഇങ്ങനെ ഒഴുകിയിരിക്കുന്നത്. പീലാത്തോസിന് യേശുവിനെ എങ്ങനെയെങ്കിലും വിട്ടയക്കണം. പീലാത്തോസ് പറഞ്ഞു, ഈ യേശുവിനെ വിട്ടയക്കാൻ വേണ്ടി പീലാത്തോസ് റോമൻ പട്ടാളക്കാരോട് പറയുകയാണ്, ഇവനെ അടിപ്പിച്ചു വിട്ടയക്കാം, ഇവനെ അടിപ്പിച്ചു വിട്ടയക്കാം. റോമൻ നിയമപ്രകാരം 1 കുറയ 39 അടി. പ്രിയമുള്ളവരെ, യേശുവിന്റെ പുറത്ത് അവർ അടിക്കുവാനിടയായി തീർന്നു. ലോകം കണ്ടതിൽ വെച്ച്, ശ്രദ്ധിക്കണേ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാർ എന്ന് പറയുന്നത്. അവർക്ക് രക്തം കണ്ടാൽ അവർ അതിന്റെ മുമ്പിൽ പേടിക്കുകയില്ല, അതിന്റെ മുമ്പിൽ അറച്ചു നിൽക്കുകയില്ല, അതിന്റെ മുമ്പിൽ പേടിച്ചു അവർ തോറ്റോടി പിന്മാറുകയില്ല. അവർ രക്തം കാണുന്തോറും അവർക്ക് വാശിയാണ്. അല്ലയോ പീലാത്തോസിന്റെ പട്ടാളക്കാരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് യാദൃച്ഛികയാൽ സംഭവിച്ചതെന്ന്. നോ 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 നോ. അനേക വർഷങ്ങൾക്ക് മുമ്പ്, 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഈ മനുഷ്യനെ വെറുതെ കൊണ്ടുപോയി ക്രൂശിച്ചാൽ അവന് രൂപഗുണമില്ലാത്തവനായി തീരുകയില്ല. ഇവനെ വെറുതെ കൊണ്ടുപോയി ക്രൂശിച്ചാൽ അവനെ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി തീരുകയില്ല. ഇവനെ അടിപ്പിക്കണം. പീലാത്തോസിന് അപ്പോൾ തോന്നിയതാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരുന്നത് പോലെ യേശുവിനെ അടിപ്പിക്കുകയാണ്. ഗബദ എന്നറിയപ്പെടുന്ന ഈ പീലാത്തോസിന്റെ ആ കൽത്തളത്തിൽ യേശുവിനെ അടിക്കുകയാണ്. 1 കുറയ 39 അടി. പ്രിയമുള്ളവരെ, അതൊരു ഈസി ടാസ്ക് അല്ല, അതത്ര എളുപ്പകരമായ ജോലിയല്ല. യേശുവിന്റെ ശരീരത്തിൽ 1 അടി എന്ന് പറയുന്നത് 5 അടിയായിട്ട് പതിക്കുകയാണ്. അയ്യോ പ്രിയമുള്ളവരെ, ഓർക്കണേ, വിശുദ്ധരാക്കി നമ്മെ തീർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അശുദ്ധരായ നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാൻ, പാപികളായ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചിട്ട് പടച്ച തമ്പുരാനായ ദൈവം ഈ ഹീനനായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അടിയേൽക്കുകയാണ്. യേശുവിന്റെ ശരീരം മുഴുവൻ അവർ അടിച്ച് കീറുവാനിടയായിട്ട് തീർന്നു. യേശുവിന്റെ ശരീരം മുഴുവൻ അവിടെ അടിച്ച് കീറി തീർന്നു. അവിടെ കൊണ്ട് യേശുവിനോടുള്ള ഇവരുടെ ശത്രുത. ഇന്നും നിങ്ങൾ റോമ പട്ടണത്തിൽ പോയാൽ, പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ, കൂർത്തുമൂത്ത് നീളമുള്ള മുൾച്ചെടികൾ നിങ്ങൾക്ക് അവിടെ എവിടെയായി ഇന്നും കാണാനായിട്ട് സാധിക്കും. ഈ യേശുവിനെ ക്രൂശിൽ തറച്ചത് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത മലമുകളിലാണ്. ആ മലമുകളിന്റെ താഴ്വാരത്തിലായി അതിന്റെ അടുത്തായൊക്കെ ആ നീണ്ട കൂർത്ത മുനയുള്ള മുൾച്ചെടികളുണ്ട്. അത് ഇന്നുമുണ്ട് എന്നാണ് ആ പണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരു മുൾച്ചെടിയിൽ നിന്ന് മുള്ളെടുത്ത് യേശുവിന്റെ തലയിൽ വെച്ചു. തീർന്നോ? ഒരു മുള്ളെടുത്ത് യേശുവിന്റെ തലയിൽ വെച്ചു. ഒരു പെണ്ണെടുത്ത് നമ്മുടെ കയ്യിലൊന്ന് കുത്തിയാൽ നാളെ ഈ കൺവെൻഷൻ ഇന്ന് വന്നവരാരും വരികയില്ല. കാരണം അത്രയ്ക്ക് വേദനയാണ്. യേശു കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച്, പ്രിയമുള്ളവരെ, നിങ്ങൾക്കിതൊരു ടൈം പാസ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കിത് യേശുവിന് വെറുതെ ഏറ്റെടുത്തെന്ന് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. എന്നിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എങ്ങനെയാ? കോലെടുത്ത് അതിന്റെ പുറത്തടിച്ചു. യേശുവിന്റെ തലയിൽ വെച്ച മുൾക്കിരീടത്തിന്റെ പുറത്ത് കോലെടുത്തടിച്ചു. പ്രിയമുള്ളവരെ, അപ്പൊ എന്താ സംഭവിച്ചത്? ആ മുള്ള് യേശുവിന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ, യേശുവിന്റെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നു. യേശുവിന്റെ ശരീരം മുഴുവൻ രക്തം വാർന്നൊഴുകുന്നു. പീലാത്തോസ് യേശുവിനെ തിരികെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ജനത്തിന് മുമ്പാകെ പരിചയപ്പെടുത്തി കൊടുക്കുക, ആ മനുഷ്യൻ ഇതാ. നേരത്തെ അങ്ങോട്ട് പോയവനല്ല, നേരത്തെ അങ്ങോട്ട് പോയവൻ സൗന്ദര്യവാനായ എന്റെ കർത്താവായിരുന്നു. എന്നാൽ ഇതാ തിരിച്ചു മടങ്ങി വന്നത് അത്ര സൗന്ദര്യമുള്ളവനായിട്ടല്ല, അവന്റെ ശരീരം മുഴുവൻ അടിച്ചു കീറപ്പെട്ടവനായി, രക്തം ധാരധാരയായി ഒഴുകുന്നവനായി യേശു കർത്താവ് പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിൽ വന്നു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്. യേശു കർത്താവിനെ എന്ത് ചെയ്യണം പീലാത്തോസ് ചോദിക്കുക. പീലാത്തോസ് വിചാരിച്ചു യേശുവിനെ വിട്ടയക്കാൻ പറയും. പീലാത്തോസിന്റെ ആൾക്കാർ പറഞ്ഞു, അവിടെ കൂടി വന്ന ആൾക്കാർ പറഞ്ഞു, നോ, ഇവനെ വിട്ടയക്കണ്ട, ഇവനെ ക്രൂശിക്കണം. പീലാത്തോസിന് പിന്നെയും മടി. പീലാത്തോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ വർഷം തോറും ഞാൻ ഒരുത്തനെ വിട്ടയക്ക പതിവാണല്ലോ. ഉത്സവത്തിന്റെ എല്ലാ ആണ്ടിലും ഞാൻ ഒരു മനുഷ്യനെ വിട്ടയക്ക പതിവാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടയക്കാം. യേശുവിനെയും ബറബാസ് എന്ന് പറയുന്ന ഒരു കള്ളനെയും കൊണ്ടു നിർത്തി. അവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മോഷ്ടിച്ച, പെണ്ണുപിടിച്ച, വ്യഭിചാരം ചെയ്ത, തോന്നിവാസം ജീവിച്ച ഒരു ക്രൂരനായ കള്ളനെ യേശുവിന്റെ കൂടെ കൊണ്ടു നിർത്തി. എന്നിട്ട് ചോദിച്ചു, ബറബാസിനെ വേണോ യേശുവിനെ വേണോ? എന്താ ലോകം പറഞ്ഞെന്നറിയാമോ? ലോകം പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി. നിങ്ങൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്ക്. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ സഹോദരന്മാർ മുക്കിലും മൂലയിലും നിന്ന് ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ലേ? ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ആൾക്കാർ പറയുന്നു, ഞങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ വേണ്ട.
നിങ്ങൾ എത്ര കണ്ടക്ഷോഭം നടത്തിയാലും, നിങ്ങൾ എത്ര വിളിച്ചു കൂവിയാലും, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ പോലുള്ളവരെ മതി, ഞങ്ങൾക്ക് കള്ളനെ മതിയെന്നേ, ഞങ്ങൾക്ക് ഇങ്ങനെ മോശം ചെയ്ത് ജീവിക്കുന്ന ആളെ മതിയെന്നേ, യേശുവിനെ വേണ്ട എന്ന് ലോകം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ഒരു വട്ടം വിശ്വാസികൾ ഇവിടെയുണ്ട്. യേശുവിനെ അംഗീകരിച്ച് ഒരു പറ്റം വിശുദ്ധന്മാരിവിടെയുണ്ട്. അവർ യേശുവിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കും. അവർ പറയും യേശു അടിയേറ്റത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ പറയും യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ പറയും യേശുവിന്റെ രക്തം ചിന്തിയത് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ പറയുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന് സ്തോത്രം. അതിന് യേശു കർത്താവ് രക്തം ചിന്തി. ഇതെല്ലാം കാണുന്നവനാണ് ശതാധിപൻ. യേശുവിനെ അടിയേൽപ്പിച്ചത് ശതാധിപൻ കണ്ടു. ശതാധിപൻ യേശുവിന്റെ കൂടെ നടന്നിട്ടുണ്ടാകാം ഒരു പക്ഷേ. യേശുവിന്റെ ക്രൂശിൽ കിടക്കുന്ന മണിക്കൂറുകൾ ഈ ശതാധിപൻ യേശുവിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ല യേശുവിന്റെ ക്രൂശിലെ മൊഴികളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ യേശു കർത്താവ് ക്രൂശിൽ കടന്ന് വേദനയേറ്റ് കിടക്കുമ്പോൾ യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ശതാധിപന്റെ ചങ്ക് തകർത്ത് കാണും ആ പ്രാർത്ഥന. അടിയേറ്റ്, വേദനയേറ്റ്, പീഡിപ്പിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹാസപാത്രമായി ലോക ജനതയുടെ മുമ്പാകെ ഒരു രൂപഗുണമില്ലാത്തവനായി കിടക്കുന്ന ഈ മനുഷ്യൻ തന്നെ അടിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഓ, ഇതവന് സഹിക്കാൻ, ഇതവന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. അവൻ പറയുകയാണ്, ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ദൈവപുത്രനാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് മാനവജാതിയുടെ പാപം മുഴുവൻ തന്റെ മേലേറ്റെടുത്തുകൊണ്ട് യേശു കർത്താവ് ദൈവമാണ് എന്ന് തെളിയിക്കുകയാണ് ശതാധിപന്റെ മുമ്പാകെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾക്ക് യേശു ആരാണ്? നിങ്ങൾക്ക് യേശു ഒരു സൗഖ്യദായകനാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ആരാണ്? യേശു ദൈവമാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമാണോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൂട്ടരെ കുറിച്ച് പറയാതെ എനിക്ക് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ ഒരു കൂട്ടരുണ്ട് യേശു കർത്താവ് ദൈവമല്ല എന്ന് പറയുന്നവർ. അവരെ യഹോവയുടെ സാക്ഷികളെന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഇറച്ചി കഷ്ണം നായുടെ മുമ്പാകെ എടുത്തെറിഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു എല്ലിന്റെ ഇറച്ചി കഷ്ണം എടുത്തെറിഞ്ഞാൽ ഈ നായ്ക്കുട്ടി എന്തോ ചെയ്യും? ആ ഇറച്ചിയിലുള്ള എല്ലിലുള്ള എല്ലാ ഇറച്ചിയും പിന്നെ എടുത്ത് കഴിക്കുന്നത് വരെ ആ എല്ലിട്ട് കടിക്കും. നിങ്ങളൊരു 2 ദിവസം കഴിഞ്ഞ് ആ എല്ലിൻ്റെ അടുത്തേക്ക് പോയി നോക്കണം, ആ എല്ലെടുത്ത് നോക്കണം, അതിൽ ഒരല്പം പോലും ഇറച്ചി ഉണ്ടാകുകയില്ല. ആ കൂട്ടരാണ് യഹോവയുടെ സാക്ഷികൾ. ബൈബിളിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വാക്കെടുത്തിട്ട് അതിനെ കടിച്ചു വലിച്ചു പറിച്ചെടുത്തിട്ട് പറയുകയാണ് യേശുക്രിസ്തു ആരല്ല, യേശുക്രിസ്തു ദൈവമല്ല. കാരണം എന്നാ? അവർ പറയുന്നു യേശു ഉറങ്ങി, യേശു ദൈവമല്ല. യേശുവിന് വിശന്നു, യേശു ദൈവമല്ല. യേശു കരഞ്ഞു, യേശു ദൈവമല്ല. യേശു മരിച്ചു, അങ്ങനെയെങ്കിൽ യേശു ദൈവമല്ല. അവർ പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, വില്യം ബാർക്ലേ എന്ന് പറയുന്ന ദൈവദാസന്റെ വാക്കുകൾ കൂടെ കടമെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ: യേശു ഉറങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്. യേശു ആ പടകിൽ കിടന്ന് ഉറങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്. അല്ലയോ സാക്ഷിയെ, അതിന്റെ താഴോട്ടുള്ള വാചകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിന്റെ താഴോട്ടുള്ള വാചകം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പടകിന്റെ പുറത്ത് കയറി നിന്ന് കാറ്റേ കടലേ ശാന്തമാക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി. പ്രിയമുള്ളവരെ, യേശു ദൈവമാണ്. യേശു ദൈവമായതുകൊണ്ട് പ്രകൃതി യേശുവിനെ അനുസരിക്കുവാനിടയായിട്ട് തോന്നുന്നു. കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ യേശുവിന് വിശന്നു. അവർ പറയുന്നു യേശു ദൈവമല്ല. എന്നാൽ ഞാൻ പറയുന്നു, യേശുവിന് വിശന്നപ്പോൾ യേശു എന്താ ചെയ്തത്? യേശു അത്തിയോട് പറയുകയാണ്, ഇനിമേലാൽ ഈ അത്തിയിൽ ഫലമുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഏത് മനുഷ്യൻ അത്തിയോട് പറഞ്ഞാൽ അത്തി പട്ടുപോകും. നാം വായിക്കുന്ന ഇങ്ങനെയാ: അത്തിയിൽ ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല, അത്തി പട്ടുപോയി എന്നുള്ളതാണ്. യേശു ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്ന് കരഞ്ഞു എന്നുള്ളത് ശരി തന്നെയാ. കേൾക്കണേ, യേശു കരഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അതിന്റെ താഴോട്ടുള്ള വാചകങ്ങൾ പറയുകയാണ്: മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചിരുന്ന് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പ് നിന്ന് യേശു ക്രിസ്തു കരഞ്ഞ് കണ്ണീരൊഴുക്കി അങ്ങ് പോയില്ലേ. ലാസറേ, പുറത്തേക്ക് വാ എന്ന് വിളിച്ചപ്പോ ലാസറിന്റെ ചെവിക്കകത്തേക്ക്, മരിച്ചു കിടന്ന ലാസറിന്റെ ചെവിക്കകത്തേക്ക് യേശു എന്ന ദൈവപുത്രന്റെ ഗംഭീര ശബ്ദം മുഴങ്ങി. ലാസർ ഇതാ ജീവൻ പ്രാപിച്ചു. യേശു മരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. യേശു മരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, റോമൻ പട്ടാളക്കാർ കാവൽ നിന്ന് യേശുവിന്റെ കല്ലറ, ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ദൈവമാണ്.
യേശു ദൈവമാണ്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമായി തീർന്നു. യേശു കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഞാൻ പിന്നാലെ പറയും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. യേശു ദൈവമാണെന്ന് ഈ ശതാധിപൻ അംഗീകരിച്ചു. ഇനി നമ്മൾ നേരത്തെ വായിച്ച ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വ്യക്തിയെ, യേശുവിനെ ദൈവമായി അംഗീകരിച്ച ആളാണ്. ഒന്നാമത് നമ്മൾ വായിച്ച ശതാധിപൻ മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം. അവിടെ ഈ മനുഷ്യൻ എന്താണ് ശതാധിപൻ പറയുന്നത്? യേശുവിനോട് പറയുന്നത്, യേശുവെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. വെറുതെ വഴിയെ പോയ ഒരാളെ വിളിച്ചിട്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നല്ല ഈ ശതാധിപൻ പറഞ്ഞത്. ശതാധിപന് മനസ്സിലായി ഈ മനുഷ്യന്റെ വാക്ക് ഗംഭീരമായ വാക്കാണ്. ഈ മനുഷ്യന്റെ വാക്ക് സാധാരണ വാക്കല്ല. അയ്യോ, ഈ ശതാധിപൻ ഒട്ടനേകം പേരെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഈ യേശുവിന്റെ വാക്കുണ്ടല്ലോ അതിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ ദൈവമാണ്, ഇവന്റെ വാക്കു മാത്രം മതി, ഇവന്റെ വാക്കു മാത്രം മതി, ദൈവമായവന്റെ വാക്കു മാത്രം മതി. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രഥമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിച്ചു നോക്കിയാൽ ഒട്ടനേകം ആശയങ്ങൾ, ദൈവത്തിന്റെ വാക്കിന്റെ ഗാംഭീര്യത നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതാവിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. അദ്ദേഹം ദൈവത്തിന്റെ വാക്കിന്റെ ഗാംഭീര്യതയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ് എന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്താ ചെയ്തത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പടച്ച തമ്പുരാനായ ദൈവമുണ്ടല്ലോ, ആ ദൈവം പറഞ്ഞു ലെറ്റ് there be light, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ വെളിച്ചമുണ്ടായി. സൂര്യനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് വെളിച്ചമുണ്ടാക്കിയതല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവശക്തനായ ദൈവത്തിന്റെ ഒറ്റ വാക്കിനാൽ വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആ ദൈവത്തിന്റെ വാക്കിന്റെ ഗാംഭീര്യത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന്റെ വാക്കിനെ കുറിച്ച് പറയുന്നത്, അവന്റെ വാക്ക്, അവന്റെ ശബ്ദം എന്ന് പറയുന്നത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ഈ ശബ്ദം എത്രയോ അനുഗ്രഹീതമായ ശബ്ദമാണ്. തീർന്നോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോകണം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് ഈ പടച്ച തമ്പുരാനായ ഈ യേശുവിന്റെ ശബ്ദത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ പറയുന്നത് എങ്ങനെയാ? പെരുവെള്ളത്തിന്റെ ഇരച്ചിലിനേക്കാൾ ഗാംഭീര്യമുള്ള ശബ്ദം, അത്ര വലിയ ഗാംഭീര്യമുള്ള വാക്ക്. ലാസറിനോടൊന്ന് ചോദിച്ചു നോക്കി. 4 ദിവസമായി മരിച്ച് നാട്ടുകാർ പറഞ്ഞു തീർന്നു, ലാസർ ഇല്ല, ലാസർ എന്ന് പറയുന്ന വ്യക്തിയില്ല. ലാസർ പറയും, നോ 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 നോ, അവന്റെ ഒരു ഗംഭീര ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങി, അവന്റെ ഗംഭീര വാക്ക് എന്റെ കാതുകളിൽ മുഴങ്ങി. പ്രിയമുള്ളവരെ, ആ വാക്കിനെ വിശ്വസിച്ച ശതാധിപൻ ഈ യേശുവിനെ ദൈവമായി അംഗീകരിക്കുവാനിടയായി തീർന്നു. അപ്പോ ഒരു വ്യക്തിക്ക് ദൈവവുമായി ബന്ധമുണ്ടാകുന്നത്, ഒന്ന്, അവൻ അശുദ്ധനാണെന്ന് മനസ്സിലാക്കി ദൈവത്തിനെ വിശുദ്ധനായിട്ട് കാണുമ്പോഴാണ്. 2, അവൻ ദൈവത്തെ, യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുമ്പോഴാണ്. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പക്ഷേ നമുക്ക് സമയമില്ല. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യ സഹോദരൻ 1-ാമത്തെ വാക്യവും 33-ാമത്തെ വാക്യവും 39-40 വാക്യവും വായിക്കാം. ആദ്യം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. 33-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യം. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ച് നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിനുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കി വാക്യങ്ങൾ പിന്നാലെ നമുക്ക് വായിക്കാം സമയമുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ കുറിച്ചാണ് വായിക്കുന്നത്. വേദപുസ്തകത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 10ഓളം ശതാധിപന്മാർ, 7 പേരാണ്. ചില വേദാപിതാക്കന്മാർ പറയുന്നു 10 പേരുണ്ട്. അതിൽ 3 പേരുടെയാണ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരാൾ കൊർന്നല്യോസാണ്.
ഈ കൊർന്നല്യോസിന് ഒട്ടനേകം പ്രത്യേകതകളുണ്ട്. ഈ ശതാധിപന്മാരെ കുറിച്ച് നിങ്ങൾ സസൂക്ഷ്മമെന്ന് പഠിച്ചാൽ, ശതാധിപന്മാരാണ് യഥാർത്ഥത്തിൽ ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തുമ്പോൾ ആദ്യമായി അതിൻ്റെ സ്വീകർത്താക്കൾ. പൗലോസ് അപ്പോസ്തലന് സുവിശേഷത്തിന്റെ വാതിൽ ജാതികളുടെ ഇടയിൽ തുറന്നു കൊടുക്കുന്നതിൽ ശതാധിപന്മാർക്ക് വലിയ പങ്കുണ്ട്. അത് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ശതാധിപൻ, ഈ ശതാധിപനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത് എന്താണ്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവ ഭക്തി ഉള്ളവനായിരുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും ആയിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, അവന് പിന്നെ എന്താ കുഴപ്പം? ദൈവഭക്തിയും ദൈവഭയവും ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? കുഴപ്പമാണ് കേട്ടോ, കുഴപ്പമാണ്. ദൈവഭക്തിയും ദൈവഭയവും ഉണ്ടെങ്കിൽ അങ്ങ് എത്താൻ പറ്റൂല. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കാം, പക്ഷെ അങ്ങ് എത്താൻ പറ്റൂല. എങ്ങെത്താൻ പറ്റില്ല? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അത് മാത്രം പോരാ. ഈ ദൈവഭക്തിയും ദൈവഭയവും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ്. ഞാൻ വിശദീകരിക്കാം. ദൈവഭയം എന്താണ്? ദൈവഭയം എന്ന് പറഞ്ഞാൽ, ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ഔന്നത്യവും മനസ്സിലാക്കി ഉള്ളിലുണ്ടാകുന്ന ഒരു ആദരവിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ഔന്നത്യവും മനസ്സിലാക്കി ഉള്ളിലുണ്ടാകുന്ന ആദരവിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഇനി ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധനായ ദൈവവും ഈ വിശുദ്ധനായ ദൈവം നീതിമാനാണെന്നും ഉന്നതനാണെന്നും മനസ്സിലാക്കുന്ന ആ അകത്തുണ്ടായ ഭയത്തെ പുറത്ത് പ്രതിഫലിപ്പിക്കുന്നതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു വ്യക്തിക്ക് ദൈവഭയം മാത്രം പോരാ, ഒരു വ്യക്തിക്ക് ദൈവഭയവും വേണം, ദൈവഭക്തിയും വേണം. ഇന്ന് നിങ്ങൾ കാണുന്ന ചില ആൾക്കാരെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഭക്തന്മാരെ കാണാം, പക്ഷെ ദൈവഭയം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവഭയം കാണാം, പക്ഷെ ദൈവഭക്തി അവർക്കുണ്ടാകുകയില്ല. പള്ളിയിൽ പോകണമെന്ന് ചോദിച്ചാൽ, ഓ പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്ക് ഭക്തിയില്ല, ദൈവത്തുള്ള ഭയമുണ്ട്. ചിലർ പറയും പള്ളിയിൽ പോകണം, പക്ഷെ എങ്ങനെയും ജീവിക്കാം. പള്ളിയിൽ പോയിട്ട് വന്ന് കള്ളു കുടിക്കാം, പള്ളിയിൽ പോയിട്ട് വന്ന് മോശമായി ജീവിക്കാം, പള്ളിയിൽ പോയിട്ട് വന്ന് ബിവറേജിന്റെ മുമ്പിൽ നിൽക്കാം, കാരണം അവർക്ക് ഭക്തിയേ ഉള്ളൂ, പിന്നെ എന്തില്ല, അവർക്ക് ഭയമില്ല. എന്നാൽ ഈ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ അവൻ അങ്ങനെയല്ല. ഈ ശതാധിപൻ രണ്ടുമുള്ളവനായിരുന്നു. അവന് ഭക്തിയും ഉണ്ടായിരുന്നു, ദൈവത്തോട് അപാരമായ ഭയവും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുകയില്ലായിരുന്നു. അത് ദൈവം മനസ്സിലാക്കിയിട്ട് ഈ ശതാധിപന്റെ അടുക്കലേക്ക് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പത്രോസിനെ പറഞ്ഞയച്ചിട്ട് പത്രോസിനോട് എന്താ പറയുന്നത്? അവിടെ പോയി അത്ഭുതം ചെയ്യാനല്ല പത്രോസിനോട് പറഞ്ഞയച്ചത്. പത്രോസിനോട് എന്താ പറഞ്ഞയച്ചത്? പത്രോസിനോട് പറഞ്ഞത്, നീ അവിടെ പോയി സുവിശേഷം പറയണം, അവിടെ പോയി സുവിശേഷം പറയണം. അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 34-ാമത്തെ വാക്യം, 34:10-34. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും. അവിടെ വായിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, പത്രോസ് വായ തുറന്ന് സംസാരിച്ചു. നിങ്ങൾ ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പത്രോസ് വായ തുറന്ന് സുവിശേഷം പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, പത്രോസ് വായ തുറന്ന് സുവിശേഷം പ്രസംഗിച്ചു. എന്താ സുവിശേഷം? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി. ശ്രദ്ധിക്കണേ, മനവേലിയിൽ അങ്ങിങ്ങായിരുന്നതിനെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, സുവിശേഷം എന്നാൽ എന്താണ്? സുവിശേഷം എന്നാൽ അത്ഭുതമല്ല, സുവിശേഷം എന്നാൽ രോഗസൗഖ്യമല്ല, സുവിശേഷം എന്നാൽ വിടുതലല്ല. സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. പൗലോസ് പറയുക, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. യെസ്, സുവിശേഷം എന്നത് യേശുക്രിസ്തുവാണ്. സുവിശേഷം എന്നത് ആദ്യത്തെ ശതാധിപൻ മനസ്സിലാക്കിയ വിശുദ്ധനായ വ്യക്തിയാണ്. സുവിശേഷം എന്നത് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവാണ്. 33.5 വയസ്സ് പാലിസ്തീന്റെ മണ്ണ് വിട്ടുമാറാതെ പാലിസ്തീന്റെ മണ്ണിൽ തലങ്ങും വിലങ്ങും നടന്ന് കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, മുടന്തരെ നടക്കുമാറാക്കി, ആ കാനാവിലെ കല്യാണത്തിന് ചെന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്ത് പ്രസംഗിച്ച് ജീവിച്ച അനുഗ്രഹീതനായ വ്യക്തിത്വം അവനാണ് സുവിശേഷം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിക്കാണ് പ്രാധാന്യത, മറ്റൊരാൾക്കും പ്രാധാന്യതയില്ല കേട്ടോ. ആ വ്യക്തിക്കാണ് പ്രാധാന്യത. നിങ്ങൾ ഈ പുസ്തകം
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വീട്ടിൽ ചെന്നിട്ട് 10-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. ആ 10-ാമത്തെ അധ്യായത്തിൽ പത്രോസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പത്രോസ് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക്. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ കൊർന്നല്യോസ് പത്രോസിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 26-ാമത്തെ വാക്യം. പത്രോസോ എഴുന്നേൽക്കുക, 23-25 മുതൽ വായിക്കാം, അപ്പൊ മനസ്സിലാകും. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞത് ശ്രദ്ധിക്കണം. പത്രോസ് പറഞ്ഞത് നിങ്ങൾ എന്നെ തന്നെ നമസ്കരിച്ചോ എന്നല്ല. പത്രോസ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ കാലിൽ തന്നെ വീണോ എന്നല്ല. ഇന്ന് ചില മേലാളന്മാർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ പത്രോസ് പറയുന്നത് എന്താ? ഞാനും ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ. ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. ശ്രദ്ധിക്കണേ, എനിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. യേശുവിൻ്റെ പത്രോസിന്റെ കാൽക്കൽ കൊർന്നല്യോസ് വീണപ്പോ ആ കൊർന്നല്യോസിനെ പത്രോസ് ശകാരിച്ചു എന്നുള്ളതാണ്. പത്രോസ് ശകാരിച്ചു. നമ്മളായിരുന്നെങ്കിലോ, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കാൽക്കൽ ആരെങ്കിലും വീണാൽ നമ്മൾ പറയും, നീ മാത്രമല്ല നിന്റെ വീട്ടുകാരും വീണോ എന്ന് പറയും. അതാണ് നമ്മുടെ പ്രകൃതം. മറ്റുള്ളവർ നമ്മെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അത് കേൾക്കാനും കാണാനും അല്പം രസമുള്ള കാര്യമാണ്, അല്ലേ? മറ്റുള്ളവർ ഓക്കെ കൊള്ളാം, ഇയാൾ കൊള്ളാം, ഇയാളെ വണങ്ങാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായൊരു സംതൃപ്തിയാണ് കിട്ടുന്നത്. എന്നാൽ പത്രോസ് എന്ന് പറയുന്ന ആത്മീകൻ ചെയ്തത് കണ്ടോ? ഈ കൊർന്നല്യോസ് അവന്റെ കാൽക്കൽ വീണപ്പോ കൊർന്നല്യോസിനോട് പറയുക, നീ എൻ്റെ കാൽക്കൽ വീഴരുത്. ആരാധിക്കപ്പെടേണ്ടത് ദൈവം മാത്രമാണ്. മുട്ടുമടങ്ങേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ്. നിങ്ങൾ നെടുമ്പാടെ വീഴേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ്, പത്രോസിന്റെ മുമ്പിലല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. പിൻപറ്റുന്നുവെങ്കിൽ ദൈവത്തെ പിൻപറ്റണം. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ മുട്ടുമടക്കുന്നുവെങ്കിൽ ദൈവത്തോട് മുട്ടുമടക്കണം. അല്ലയോ എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും മുട്ടുമടക്കാനും കൊള്ളാവുന്ന ഏക വ്യക്തിത്വം അവനാണ് ഈ നസ്രത്തുകാരനായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശു ആരാധനയ്ക്ക് യോഗ്യനായ വ്യക്തിയാണ്. അപ്പോൾ യേശു എന്ന് പറയുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വത്തിന്റെ സുവിശേഷം കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിച്ചത്? അതിന്റെ 39-40 വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഒന്നുകൂടെ വായിക്കാം. 39-40. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവിടെ അവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, ഞങ്ങൾ എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചാണ്. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവനെ അവർ തൂക്കിക്കൊന്നു. ആരെയാ? ഈ സുവിശേഷമായ വ്യക്തി ഉണ്ടല്ലോ, അവർ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. റോമൻ നീതിപീഠം അവനെ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ലോകത്തിൽ മഹത് വ്യക്തികളുടെ മരണം നഷ്ടമാണ് ലോകത്തിന്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മരിച്ചു പോകുന്ന നേതാക്കന്മാരെ കുറിച്ച് ആ മതത്തിനും ആ നേതൃത്വത്തിനും ഭയങ്കര നഷ്ടമാണ്. ഉദാഹരണത്തിന് ജൈനൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജൈന മതത്തിന് വലിയ നഷ്ടമാണ്. ബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതത്തിന് ഭയങ്കര നഷ്ടമാണ്, കാരണം മരിച്ചുപോയി. ഗുരു നാനക് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സിഖ് മതത്തിന് ഭയങ്കരമായ നഷ്ടമാണ്. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിന് നഷ്ടമാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഭയങ്കരമായൊരു നഷ്ടമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ മരണം ഒരു നഷ്ടക്കച്ചവടമല്ല. ശ്രദ്ധിക്കണേ, യേശുവിന്റെ മരണം ഒരു നഷ്ടമല്ല. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ മരണം നഷ്ടമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ തിരുത്തി എഴുതിക്കോളിൻ. പത്രോസ് പ്രസംഗിക്കുകയാണ്, അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, പക്ഷെ ദൈവം അവനെ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ബന്ധിതമായി യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ചിരുന്ന ബന്ധിത ശിലാബലകത്തെ തകർത്തുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രിയ സ്നേഹിതരെ, എത്രയോ അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്. റോമൻ പട്ടാളക്കാർ യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുക. എന്തിനാ? യേശു ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല. യേശുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഭയങ്കരമായ ആവേശം നൽകുന്നൊരു യാഥാർത്ഥ്യമാണത്.
യേശുവിന്റെ ചരിത്രത്തിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഒരു നമ്മെ വല്ലാതെ ആത്മീക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒട്ടനേകം പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു നിരീശ്വരവാദി ഒരു പുസ്തകം എഴുതി, ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകത്തിൽ ലീ സ്ട്രോബൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ കുറ്റാന്വേഷണ വിദഗ്ധനായ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും യേശുക്രിസ്തു ഇങ്ങനെ ഒരു മരണം അനുഭവിച്ചിട്ടില്ല എന്നും യേശുക്രിസ്തു ദൈവമല്ല എന്നും ഒക്കെ അദ്ദേഹം പരമ്പരകൾ എഴുതിയ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ചൊന്ന് പഠിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതാണ് ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ലീ സ്ട്രോബൽ പറയുകയാണ്, ഓ യേശുക്രിസ്തു അവൻ മരിച്ചവനാണ്. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു, യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ എൻ്റെ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, യേശുക്രിസ്തു മരിച്ചു പോയത് ഈ ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടമുണ്ടാക്കിയവനല്ല. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. പ്രിയമുള്ളവരെ, യേശു ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ ഉയർത്തെഴുന്നേറ്റ് ആരുണ്ട് ഈ പ്രിയ സ്നേഹിതരെ? ഞങ്ങൾ എന്തിനാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? ചില ആൾക്കാർ പറയും ഇത് മതം മാറ്റുന്ന പരിപാടിയാണ്. എന്തോ മതം മാറ്റുന്ന പരിപാടിയാണിത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ലോകത്തിൽ ഇതുപോലെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആരുണ്ട് പ്രിയ സ്നേഹിതരെ? ആരുണ്ട്? ലോക ചരിത്രത്തിൽ ആരുണ്ട്? ആരുമില്ലെന്നേ. രാഷ്ട്രീയം എടുത്തു നോക്ക്, അവിടെയില്ല. മതം എടുത്തു നോക്ക്, അവിടെയില്ല. നിങ്ങൾ ഇനി തത്വസംഹിതകൾ എടുത്തു പരിശോധിക്ക്, അവിടെയില്ല. ഇവിടെയുമില്ല. എല്ലാവരുടെയും കല്ലറകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിക്കും, നിങ്ങൾ എന്നെ കൊല്ലും, പക്ഷേ ഞാൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും റോമൻ പട്ടാളക്കാർ കാവൽ നിന്നു. 16 അംഗ ബറ്റാലിയൻ യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. എന്തിനാ? യേശു ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല. മാത്രമല്ല, യേശുവിന്റെ ശവശരീരം യേശുവിന്റെ ശിഷ്യന്മാർ എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് നാളെ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് പറയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെ കള്ളപ്രചരണം നടത്താതിരിക്കാൻ ഇവർ യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ദിവസത്തെ പൊന്നിൻ പ്രഭാതം കിഴക്കേ ചക്രവാളത്തിൽ പൊട്ടിവിടരുന്ന ആ സമയമുണ്ടല്ലോ, ആ കല്ലറ ബന്ധിതമായി വെച്ചിരുന്ന ശിലാഫലകത്തെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഈ നസ്രത്തുകാരൻ 33.5 വയസ്സുകാരനുണ്ട് ഉയർത്തെഴുന്നേറ്റു പ്രിയ സ്നേഹിതരെ. അതുകൊണ്ട് പാടണം. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ അടഞ്ഞുപോയപ്പോൾ കല്ലറയെ വെന്നുയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി, അത് യേശുക്രിസ്തു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. ഈ സുവിശേഷം പറയുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഇത് മതം മാറ്റുന്ന പരിപാടിയാണ്. നോ, ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല. കള്ളുകുടിയനാക്കി മാറ്റുന്ന പരിപാടിയല്ല ഇത്. കള്ളുകുടിയനെ തികഞ്ഞ ദൈവവിശ്വാസിയാക്കി മാറ്റുന്ന പരിപാടിയാണിത്. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് മനം മാറ്റുന്ന പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ പോയി ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ ഈ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ, ഈ സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവവിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു നമ്മുടെ അവസ്ഥ? ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടുകാർക്കൊരു തലവേദനയായി തീരത്തില്ലായിരുന്നോ? വീട്ടുകാർക്കൊരു തലവേദനയായി തീരത്തില്ലായിരുന്നോ? ബന്ധുക്കൾക്ക് ഒരു തലവേദനയായി തീരത്തില്ലായിരുന്നോ? അവിടെ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ മാറ്റം വരുത്തിയത് ഈ മതമല്ല, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുവാനിടയായിട്ട് വന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിച്ചപ്പോ കൊർന്നല്യോസ് ഒരു ദൈവഭക്തനായിരുന്നു. കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നു. കൊർന്നല്യോസ് ഒരു മിടുക്കനായിരുന്നു. പക്ഷെ യേശു കർത്താവ് പറയുക, നോ, നിന്റെ മിടുക്കൊന്നും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുകയില്ല. നീ ഒരു പക്ഷെ പള്ളി ഭക്തനായിരിക്കാം, നീ ഒരു പള്ളിയിലെ പ്രമാണിയായിരിക്കാം, നീ മിടുക്കിയായിരിക്കാം, പക്ഷെ അതൊന്നും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുകയില്ല. നീ മാനസാന്തരപ്പെടണം, നിന്റെ ജീവിതത്തിൽ പാപമോചനം ഉണ്ടാകണം, നീ യേശുവിൽ വിശ്വസിക്കണം, യേശുവിനായിട്ട് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കണം. കൊർന്നല്യോസ് എന്ത് ചെയ്തെന്നറിയാമോ?
പത്രോസ് ഗഗനമായ പ്രസംഗം നടത്തി. അങ്ങനെ പ്രസംഗം നടത്തിയപ്പോൾ കൊർന്നേല്യോസ് ചെയ്തതെന്നറിയാമോ? അതിൻ്റെ 47, 48 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 47, 48 വാക്യം. 43 ഒന്ന് വായിച്ചോ പ്രാരംഭമായി. 43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നമ്മെപ്പോലെ അതിന്റെ 47 നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാത്തവണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ അവിടെ യേശു കർത്താവിൽ കൊർന്നേല്യോസും കുടുംബവും വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, യേശുവിനെ വിശുദ്ധനായി കണ്ട ഒരു ശതാധിപൻ, യേശുവിനെ ദൈവമായി കണ്ട രണ്ടാമത്തെ ശതാധിപൻ, ഈ ദൈവത്തിന്റെ മുമ്പാകെ ഭക്തിയോടെ ഭയത്തോടെ ജീവിച്ച മൂന്നാമത്തെ ശതാധിപൻ, ഇവരോട് മൂന്ന് പേരോടും കൂടെ യേശു പത്രോസിലൂടെ പറയുന്നതാണ്: വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, മനസ്സു മാറണം, രൂപാന്തരപ്പെടണം. അങ്ങനെ രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. പാപമോചനം സംഭവിക്കണം. പള്ളിയിൽ പോയ മിടുക്കനായ കൊർന്നേല്യോസിനോട്, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത കൊർന്നേല്യോസിനോട്, ദൈവഭക്തനായ ശതാധിപനോട്, യേശു കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച ശതാധിപനോട് പത്രോസ് പറയുകയാണ്: പാപമോചനം പ്രാപിക്കണം, പാപമോചനം പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്തും പുറത്തും ഇരിക്കുന്ന പള്ളിയിൽ പോകുന്ന പ്രമാണികളായ, പള്ളിയിൽ പോകുന്ന മിടുക്കികളായ ദൈവവിശ്വാസികളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എത്ര മിടുക്കരാണേലും യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം കരഗതമാക്കണം. നിങ്ങൾ പള്ളിയിൽ നല്ല കാര്യമൊക്കെ ചെയ്യുമായിരിക്കും, നേർച്ച കൊടുക്കുമായിരിക്കും, കാഴ്ച കൊടുക്കുമായിരിക്കും, പള്ളിയിലെ പെരുന്നാളും പള്ളിയിലെ ആഘോഷമെല്ലാം മുടങ്ങാതെ നിങ്ങൾ ചെയ്യുമായിരിക്കും. ഫൈൻ, നല്ലതാ, അതൊന്നും മുടക്കം വരുത്തണ്ട. പക്ഷേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പാപമോചനം ഉണ്ടാകണം. എന്താ ഈ പാപമോചനം എന്ന് പറയുന്നത്? പാപമോചനം എന്ന് പറയുന്നത് യേശുവിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് തുറന്നു വെക്കണം. യേശുവിന്റെ മുമ്പാകെ തുറന്നു വെച്ചിട്ട് പറയണം: കർത്താവേ, ഞാൻ യോഗ്യനല്ല, കർത്താവേ, ഞാൻ യോഗ്യനല്ല. ആ സ്വർഗത്തിലേക്ക് വരുവാനും അവിടെ എൻ്റെ ഉള്ളിലേക്ക് വരുവാനും ഒന്നും ഞാൻ യോഗ്യനല്ല. കാരണം ഞാൻ പാപിയാണ്. യേശു കർത്താവിനോട് സമ്മതിക്കണം: യേശുവേ, ഞാനൊരു പാപിയാണ്. യേശുവേ, ഞാനൊരു പാപിയാണ്. പ്രായം പാപത്തിനൊരു വിഷയമല്ല കേട്ടോ. വിചാരിച്ചു പോലെ അയ്യോ എനിക്ക് 70 വയസ്സായില്ലേ, ഇനി എന്ത് പാപമോചനമാണ്, അയ്യോ ഞാൻ 10 വയസ്സല്ലേ ആയുള്ളൂ, എന്ത് പാപമോചനമാണ്. നോ, പാപമോചനത്തിന് പ്രായം ഒരു വിഷയമല്ല. ഇന്ന് രാത്രി ഈ പന്തലിനകത്തിരിക്കുന്ന പുറത്തിരിക്കുന്ന മുതിർന്നവരോടും പ്രായം കുറഞ്ഞവരോടും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറയുക: പാപമോചനം പ്രാപിക്കണം, പാപമോചനം പ്രാപിക്കണം, പാപമോചനം പ്രാപിക്കണം. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റോമാലേഖനം 10-ാം അധ്യായം പൗലോസ് പറയുക: യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും, ശ്രദ്ധിക്കണേ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ പള്ളിയിൽ പോകുന്നല്ല, നീ രക്ഷിക്കപ്പെടും. നിത്യമായ നരകത്തിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാനീയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ കൊർന്നേല്യോസിന് തുല്യമായിരിക്കും. നിങ്ങൾ ഭയമുള്ളവരായിരിക്കാം, ഭക്തിയുള്ളവരായിരിക്കാം. പക്ഷെ ഇതുവരെയും നിങ്ങളുടെ ഹൃദയ കവാടം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയ കവാടം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കണം. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കണം. നിങ്ങൾ യേശുവിനോട് പറയണം: യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് യേശുവിനോട് സമ്മതിക്കണം. ഒന്നാമത്തെ ശതാധിപൻ അതാണ് സമ്മതിച്ചത്: ഞാനൊരു പാപിയാണ്. രണ്ടാമത്തെ ശതാധിപൻ ചെയ്തത്, അവൻ എന്താ ചെയ്തത്? പാപിയാണെന്ന് സമ്മതിച്ച് ഈ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചു. ആ പാപിയാണെന്ന് സമ്മതിക്കുക മാത്രമല്ല, ദൈവമായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് അംഗീകരിക്കണം. പ്രിയമുള്ളവരെ, അംഗീകരിക്കണം. പൗലോസ് പറയുകയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നാം വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. യേശു ദൈവമാണ്, ആ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിന് മനസ്സുണ്ടോ? ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ?
നിങ്ങളുടെ മനസ്സിലേക്ക് യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയ കവാടം ഈ യേശുവിനെ തുറന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശു ചോദിക്കുക, ആർ നിങ്ങളുടെ ഹൃദയ കവാടം തുറക്കും? നിങ്ങൾ പള്ളിയിൽ പോകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾ പള്ളി മാറുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ മനസ്സിനൊരു മാറ്റമുണ്ടാകണം, മനസ്സിനൊരു മാറ്റമുണ്ടാകണം. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അവിടെ നിന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവിടത്തെ പൈതലാക്കി മാറ്റണമേ എന്ന് പറയുവാൻ മനസ്സുള്ള ആരെങ്കിലും ഇന്നിവിടെയുണ്ടോ? നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? നാളത്തെ പ്രഭാതം കാണുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ പ്രഭാതത്തിൽ എത്ര പേർ ഉണ്ടാകുമെന്ന് നമുക്ക് പറയുവാൻ പറ്റുകയില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം, പാപിയായ മനുഷ്യൻ മരിച്ചാൽ നരകത്തിലേക്ക് പോകും. ആ പാപിയായ മനുഷ്യൻ, നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രായം കർത്താവിനൊരു വിഷയമല്ല കേട്ടോ. പ്രായം ഒരു വിഷയമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുമോ? മൗനമായിട്ട് നിങ്ങൾ യേശുവിനോട് ഇങ്ങനെയൊന്ന് പറയുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ പൈതലാക്കി മാറ്റണമേ. അങ്ങന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. ഇന്നു മുതൽ ഞാൻ അങ്ങേക്കായി ജീവിച്ചു കൊള്ളാം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഇന്ന് രാത്രിയിലുണ്ടോ? എന്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തോ? നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയ കവാടം തുറന്നു കൊടുത്തോ? നിങ്ങളുടെ ഹൃദയ കവാടം യേശുവിനോട് തുറന്നു കൊടുത്തെങ്കിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ പാപം മോചിപ്പിച്ച പ്രിയ മാതാവിനെ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയ മാതാവിനെ ദൈവം സഹായിക്കുമാറാകട്ടെ. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത വേറെ ആരുണ്ട്? നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നിങ്ങളെ മാനിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, സമാധാനത്തിന്റെ ദൈവം, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. കരം താഴ്ത്തിയിടാം. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ. കൊർന്നല്യോസിന്റെ വീട്ടിൽ പാപമോചനത്തിന്റെ ഗംഭീരധ്വനി മുഴങ്ങി. കൊർന്നല്യോസും കുടുംബവും യേശുവിനെ വിശ്വസിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. അവർ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവർ മാനസാന്തരപ്പെട്ടതിന്റെ അടയാളമായി അവർ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരണം. അതാണ് ദൈവത്തിന്റെ പ്രമാണം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ ശബ്ദം ശ്രദ്ധിച്ച് ആരെങ്കിലും ഈ യേശുവിനെ ദൂരസ്ഥലങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു രക്ഷിതാവായി, ദൈവമായി, കർത്താവായി ഇന്ന് രാത്രിയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. ആ യേശുവിന് വേണ്ടി മനസ്സ് തുറന്നു കൊടുത്ത നിങ്ങൾ ഭക്തരായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കള്ളിനോടും ലോകത്തിന്റെ മോഹങ്ങളോടും നോ പറഞ്ഞ് ഒരു അനുഗ്രഹീതമായ വിശുദ്ധമായ മനം മാറ്റം എന്നൊരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അല്ല, ഇതൊന്നും വകവയ്ക്കാതെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നീറ്റുപോയാൽ ഒരിക്കൽ മരിക്കും. പിന്നെ ന്യായവിധി, വലിയൊരു ന്യായവിധി, ഭയങ്കരമായ ഒരു ന്യായവിധി നമ്മുടെ മേൽ വരുവാനായിട്ട് പോവുകയാണ്. നിത്യമായ നരകത്തിലേക്ക് താങ്കൾ മിടുക്കനായാലും മിടുക്കിയായാലും പള്ളിഭക്തനായാലും പോകേണ്ടതായിട്ട് വരും. ഇതിലേത് ശതാധിപന് തുല്യമാണ് നിങ്ങളുടെ ജീവിതം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നിങ്ങൾ യേശുവിന്റെ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നയാളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ ദൈവമായി കണ്ടയാളായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ പറയട്ടെ, അതൊന്നും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വാഗതം ചെയ്ത് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൈയുയർത്തിയ പ്രാർത്ഥിച്ച തീരുമാനമെടുത്ത ദൈവമക്കൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് ദൈവം നൽകുന്ന ആയുസ്വരെയും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താമസിക്കാതെ കർത്താവ് മടങ്ങി വരും. നമ്മളെല്ലാവരെയും യേശു കർത്താവ് ചേർക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും പോകും. കണ്ണുനീരില്ലാത്ത, കരച്ചിലില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുരിതമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ആ പുത്തനാം യെരൂശലേമിൽ നമ്മൾ ഒരുമിച്ച് യേശുവിനോടൊപ്പം ജീവിക്കുവാനിടയാടുത്തരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതിനെ അവഗണിച്ചാൽ പാതാളം, നരകം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്ര മിടുക്കനായാലും പോകേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ട്
യേശുവിനെ അംഗീകരിച്ച് ദൈവമായി സ്വീകരിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ യേശു കർത്താവിനെ ഈ നിലയിൽ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനായി എനിക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ സാഹചര്യത്തിന് ദൈവനാമത്തിലുള്ള നന്ദി പ്രിയ സഭയോടും എൻ്റെ ബഹുമാനിയ സഹോദരങ്ങളോടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരൻ മുൻപോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.